ഗുരുവും ശിഷ്യനും രണ്ടാണോ? ഒരു വസ്തുവിൻ്റെ രണ്ട് പോൾസ് അല്ലേ? ഒന്ന് സൗത്ത് പോളെങ്കിൽ ഒന്ന് നോർത്ത് പോൾ എന്ന പോലെ. രണ്ടല്ലത്. രണ്ടായി തോന്നിക്കുന്നെങ്കിലും രണ്ടല്ല, അതൊന്നാവുന്നു. ഗുരു നാഗയാണെങ്കിൽ എന്തുകൊണ്ട് അഘോരി ആയിക്കൂടാ? ശിഷ്യൻ അത് ഗുരു അഘോര രൂപത്തിൽ ചെന്നല്ലേ ഉണർത്തി കൊടുത്തത്. ആ ഗുരു തന്നെ പരമേശ്വരൻ അനേക രൂപങ്ങളിൽ വരുന്നു. പക്ഷെ ശിഷ്യന് മാത്രമല്ലേ ഇത് കാണാൻ പറ്റൂ. ഗുരുവിനെ കാണുന്ന ശിഷ്യൻ്റെ കണ്ണ് വേണ്ടേ? അല്ല, സാമാന്യ ലോകത്തോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ഒരു ശിഷ്യനാവൂ, അപ്പോൾ മനസ്സിലാവും ഗുരു എന്താണ്. അല്ലാത്ത കാലത്തോളം ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം? ഗുരുവിനെ വ്യക്തിയായില്ലേ നമ്മൾ കരുതും. അതുകൊണ്ട് ഗുരുവിനെ അറിയണമെങ്കിൽ, ഈ പന്ഥനെ പറ്റി ആഴത്തിൽ അറിയണമെങ്കിൽ കുറേ തിയറിറ്റിക്കൽ ഇൻഫർമേഷൻ കൊണ്ടോ ഇന്ന് ലോകം പിന്തുടരുന്ന സാമ്പ്രദായികത്തിലൂടെ പോയാലോ ഒന്നും അറിയാൻ പറ്റില്ല. ശിഷ്യൻ ഗുരുവിൽ മരിച്ചില്ലാണ്ടായിരുന്നു.